സംസ്ഥാനം വീണ്ടും കടമെടുക്കാൻ അനുമതി തേടി 866 കോടി രൂപ കൂടി കടമെടുക്കാനാണ് അനുമതി തേടിയിരിക്കുന്നത്. കേന്ദ്ര അനുമതി നൽകിയ പണത്തിൽ ശേഷിക്കുന്ന തുകയാണ് കേരളം കടമെടുക്കുന്നത്. കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് കർശന നിർദ്ദേശവും നൽകി. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ ലക്ഷ്യം വെച്ച് ധനവകുപ്പിന്റെ നീക്കം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സ്ഥിരമായിട്ടൊരു മാർഗമില്ല. കടമെടുപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള പൊടിക്കൈകൾ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നത്. ഇപ്പോൾ പുതിയതായുള്ള ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സാമ്പത്തിക വർഷത്തിന്റെ അവസാനം അധിക തുക കണ്ടെത്താനായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ധനവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിലും കണ്ണുവെച്ചിരിക്കുകയാണ്. 947 പഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ തനത് ഫണ്ട് ബാങ്കുകൾ അക്കൗണ്ടുകളുള്ള ഫണ്ടുകൾ ട്രഷറി അക്കൗണ്ടുകളിലേക്ക് അടിയന്തരമായി മാറ്റുക. അതോടൊപ്പം തന്നെ കെട്ടിട നികുതി, വസ്തുനികുതി, ലൈസൻസുകളിൽ നിന്ന് ലഭിക്കുന്ന പണം, ഈ പണങ്ങളെല്ലാം അടിയന്തരമായിട്ട് തന്നെ ട്രഷറിയിലേക്ക് മാറ്റാനാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരു അറിയിപ്പുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെട്ടിട നികുതി, അതുപോലെ തന്നെ വസ്തുനികുതി, ലൈസൻസുകളിൽ നിന്ന് ലഭിക്കുന്ന നികുതി തുടങ്ങിയവയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയമേ അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഫണ്ടുകളാണ്. ഇത് അവരുടെ പദ്ധതികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകൾക്കുമായിട്ട് അവർ കണ്ടെത്തുന്ന ഫണ്ടാണ്. ഈ ഫണ്ടാണ് ഇപ്പോൾ ധനവകുപ്പ് ട്രഷറിയിലേക്ക് കൈമാറാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അക്കൗണ്ടുകളിലേക്ക്, ബാങ്കുകളിലുള്ള ഫണ്ടുകൾ, അത് ദേശസാൽകൃത ബാങ്കുകളുള്ള ഫണ്ടുകൾ, ഈ ഫണ്ടാണ് ട്രഷറി അക്കൗണ്ടുകളിലേക്ക് മാറ്റേണ്ടത്. അതോടൊപ്പം തന്നെ മാർച്ച് 19-ാം തീയതി വരെയുള്ള ബില്ലുകൾ മാറ്റി നൽകാൻ അറിയിച്ചിട്ടുണ്ട്. ഈ തുക മാറ്റിയതിനു ശേഷം മാത്രം ഈ ബില്ലുകൾ മാറ്റി നൽകുക. 25-ാം തീയതിക്ക് ശേഷം വരുന്ന ബില്ലുകൾ ട്രഷറിയിൽ മാറ്റി നൽകുന്നതല്ല. 19-ാം തീയതി വരെയുള്ള ബില്ലുകൾ ക്യൂവിലേക്ക് മാറുകയും പിന്നീട് ആ ബില്ലുകൾക്ക് ടോക്കൺ കൊടുക്കുകയും ആ ബില്ലുകൾ മാത്രമേ തുക ലഭ്യമാകുന്ന അടിസ്ഥാനത്തിൽ മാറ്റി നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് 13,000 കോടിയോളം രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരുന്നു. അതിൽ ഇനി ഏതാണ്ട് 4,866 കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ കഴിയുക. ആ തുകയും അടിയന്തര ഘട്ടത്തിൽ കടമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 1,800 കോടിയോളം രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഫണ്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വരുമാനം, അതായത് സംസ്ഥാനത്തെ ചിലവും മറ്റ് ചിലവുകൾക്ക് കൂടി ഉപയോഗിക്കുന്നത്. 2022-2023 വർഷങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുക ഇത്തരത്തിൽ വകമാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കെട്ടിട നികുതി ഇനത്തിലും അതുപോലെ തന്നെ ലൈസൻസ് ഇനത്തിൽ മാത്രം തദ്ദേശ സ്ഥാപനങ്ങൾ കിട്ടുന്നത് 2,600 കോടി രൂപയാണ്. ഈ തുകയാണ്, കഴിഞ്ഞ 3 വർഷത്തെ തുക ഉൾപ്പെടെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ധനവകുപ്പിന്റെ ഖജനാവിലേക്ക് മാറ്റുന്നത്. അത് മറ്റ് ചിലവുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ 4,866 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പണവും കൂടി കൈക്കലാക്കാൻ, അല്ലെങ്കിൽ ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ പണവും കൂടി എടുത്തുകൊണ്ട് സംസ്ഥാനത്തെ ചിലവുകൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ലക്ഷ്മി, ടിൻഡു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.